നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു കേന്ദ്ര സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. ഏതാണ്ട് 2500ഓളം വേക്കൻസിയിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. DSSB ആണ് ഇപ്പോൾ വിളിക്കുന്നത്. ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. +2 യോഗ്യതയുള്ളവർക്ക് അതോടൊപ്പം ടൈപ്പിംഗ് സ്പീഡ് ഉള്ളവർക്ക് ധാരാളം ഒഴിവുകൾ ഏതാണ്ട് 10-11ഓളം പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമുക്ക് ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ റെഗുലർ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോഴല്ല, അടുത്ത മാസമാണ്. അടുത്ത മാസം 9-ാം തീയതി ജനുവരി 9-നാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലോസിംഗ് ഡേറ്റ് 7/2/2024 ആണ്. ഫെബ്രുവരി 7, 2024 ഫെബ്രുവരി 7 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 22/12/2023 അപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയെന്ന് നോക്കിയാൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് ഉണ്ട്, ജൂനിയർ അസിസ്റ്റൻ്റ് ഉണ്ട്, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 ഉണ്ട്, ജൂനിയർ സ്റ്റെനോഗ്രാഫർ ഉണ്ട്, അത് ഹിന്ദിയും ഇംഗ്ലീഷുമായിട്ടാണ്. LDC കം ടൈപ്പിസ്റ്റ് ഉണ്ട്, JR സ്റ്റെനോഗ്രാഫർ ഉണ്ട്, സ്റ്റെനോഗ്രാഫർ ആൻഡ് അസിസ്റ്റൻ്റ് ഗ്രേഡ് 1 ഉണ്ട്. അങ്ങനെ ധാരാളം പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ഡീറ്റെയിൽസും ഒഴിവുകളുടെ എണ്ണവും അപേക്ഷാ ഫീസ് അങ്ങനെ മുഴുവൻ കാര്യങ്ങളിലേക്കും കിടക്കാം. അപ്പോൾ ഇതിൻ്റെ ഒഴിവുകളുടെ ഡീറ്റെയിൽസിന് ഫസ്റ്റ് ഗ്രേഡ് 11, ഗ്രേഡ് 4 ജൂനിയർ അസിസ്റ്റൻ്റ് പോസ്റ്റാണ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. പേ ലെവൽ 2 ആണ് വരുന്നത്. URന് 788 ഒഴിവുകളുണ്ട്. OBCക്ക് ഏതാണ്ട് 500ഓളം ഒഴിവുകളുണ്ട്. SCക്ക് 194, STക്ക് 40, EWSന് 150, അങ്ങനെ ടോട്ടൽ 1672ഓളം ഒഴിവുകൾ ഈ ഒരു ജൂനിയർ അസിസ്റ്റൻ്റ് പോസ്റ്റ് ഗ്രേഡ് 4ലുണ്ട്. അടുത്ത സ്റ്റെനോഗ്രാഫർ ആണ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെയാണ്. ലെവൽ 4 ആണ് പേ സ്കെയിൽ വരുന്നത്. URന് 57 ഉണ്ട്, OBCക്ക് 34, SCക്ക് 23, STക്ക് 20, EWSന് 9 ഒഴിവുകളുണ്ട്. അങ്ങനെ ആകെ മൊത്തം 143 ഒഴിവുകൾ വരുന്നുണ്ട്. അടുത്തത് LDC കം ടൈപ്പിസ്റ്റ് പോസ്റ്റാണ്, ഹിന്ദി ഓർ ഇംഗ്ലീഷ് ആണ്. അതിൽ ഡൽഹി അർബൻ ഷെൽട്ടർ ഇംപ്രൂവ്മെൻറ്റ് ബോർഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പേ സ്കെയിൽ 2 ആണ് വരുന്നത്. URലേക്ക് 107 ഒഴിവുകളുണ്ട്. OBCക്ക് 69, SCക്ക് 35, STക്ക് 19, EWSന് 26, അങ്ങനെ 256ഓളം ഒഴിവുകൾ അതിലേക്ക് മാത്രമായിട്ട് വരുന്നുണ്ട്. ജൂനിയർ സ്റ്റെനോഗ്രാഫർ പോസ്റ്റ് നോക്കുന്ന സമയത്ത് ഡൽഹി അർബൻ ഷെൽട്ടർ ഇംപ്രൂവ്മെൻറ്റ് ബോർഡിലേക്ക് തന്നെയാണ്. പേ സ്കെയിൽ 4 ആണ് വരുന്നത്. URൽ 10 ഒഴിവുകൾ, OBCക്ക് 5, SCക്ക് 3, STക്ക് 1, EWSന് 1, അങ്ങനെ 20ഓളം ഒഴിവുകൾ വരുന്നുണ്ട്. ജൂനിയർ അസിസ്റ്റൻ്റ് പോസ്റ്റ് URന് 14, OBCക്ക് 11, SC 7, ST 3, EWS 5, അങ്ങനെ 40ഓളം ഒഴിവുകളുണ്ട്. സ്റ്റെനോഗ്രാഫർ SCERTയിലേക്ക് വന്നിട്ടുണ്ട്. ലെവൽ 4 ആണ് വരുന്നത്. URന് 6, OBCക്ക് 4, SCക്ക് 2, STക്ക് 1, EWSന് 1 ഒഴിവ്, അങ്ങനെ 14ഓളം ഒഴിവുകളുണ്ട്. അടുത്തതായിട്ട് ജൂനിയർ അസിസ്റ്റൻ്റ് പോസ്റ്റാണ്. അതിലേക്ക് ഡൽഹി ടൂറിസം ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് വന്നിരിക്കുന്നത്. ലെവൽ 4 ആണ്. ജനറൽ കാറ്റഗറിക്ക് 14ഓളം ഒഴിവുകളുണ്ട്. OBCക്ക് 8 ഒഴിവുണ്ട്, SCക്ക് 4, STക്ക് 2, EWSന് 2, അങ്ങനെ 30ഓളം ഒഴിവുകളുണ്ട്. ജൂനിയർ സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷ്, അതിന് ഡൽഹി ടൂറിസം ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് തന്നെയാണ്. ലെവൽ 4 ആണ് വരുന്നത് പേ സ്കെയിൽ. അതിന് URന് 2 ഒഴിവ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ജൂനിയർ അസിസ്റ്റൻ്റ് പോസ്റ്റ് നോക്കുന്നത് ഡൽഹി പൊല്യൂഷൻ കൺട്രോൾ കമ്മിറ്റിയിലേക്കാണ്. 2 ആണ് പേ സ്കെയിൽ, 2 ആണ് വരുന്നത്. URന് 16, OBCക്ക് 4, SCക്ക് 3, STക്ക് 2, EWS 3, അങ്ങനെ 28ഓളം ഒഴിവുകൾ വരുന്നുണ്ട്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 ടോട്ടൽ 5 ഒഴിവുണ്ട്. അതിൽ SCക്ക് 1, URന് 4 ആണ് വന്നിരിക്കുന്നത്. LDCക്ക് നോക്കുന്നത് 28ഓളം ഒഴിവുകളുണ്ട്. URന് 4, OBCക്ക് 13, SCക്ക് 1, STക്ക് 4, EWSന് 6 ഒഴിവുകൾ വന്നിട്ടുണ്ട്. ജൂനിയർ അസിസ്റ്റൻ്റ് ടോട്ടൽ 10ഓളം ഒഴിവുകളുണ്ട്. URന് 6ഉം ബാക്കി എല്ലാവർക്കും ഓരോ ഒഴിവ് വീതം വന്നിട്ടുണ്ട്. ജൂനിയർ സ്റ്റെനോഗ്രാഫർ ഹിന്ദി നോക്കുന്ന സമയത്ത് URൽ 2 ഒഴിവുണ്ട്.
അസിസ്റ്റന്റ് ഗ്രേഡ് 1 പോസ്റ്റിലേക്ക് ഏതാണ്ട് 104ഓളം ഒഴിവുകളുണ്ട്. URന് 44, OBCക്ക് 28, SCക്ക് 15, STക്ക് 7, EWSന് 10 ഒഴിവ് വന്നിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 2354ഓളം ഒഴിവുകൾ മൊത്തത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റുകളിലായിട്ട് അതിൻ്റെ ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. അപ്പോൾ ആദ്യത്തെ ജൂനിയർ അസിസ്റ്റൻ്റ് ഗ്രേഡ് 4 പോസ്റ്റ് നോക്കുന്ന സമയത്ത് അതിന് +2 നിങ്ങൾ പാസ്സായിരിക്കേണ്ടതാണ്. +2 പാസ് ഫ്രം എ റിക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമേ പറയുന്നുള്ളൂ. പ്ലസ് നിങ്ങൾക്കൊരു ടൈപ്പിംഗ് സ്പീഡ് 35 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് കൂടി ഉണ്ട് എങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്, അതിൽ ഇംഗ്ലീഷ് 35 വേർഡ്സ് പെർ മിനിറ്റും ഹിന്ദി 30 വേർഡ്സ് പെർ മിനിറ്റും ടൈപ്പിംഗ് സ്പീഡ് കൂടി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിൻ്റെ പേ സ്കെയിൽ വരുന്നത് 19,900 മുതൽ 63,200 വരെയാണ്. ലെവൽ 2 ആണ് വരുന്നത്. അടുത്തത് അതിൻ്റെ ഏജ് ലിമിറ്റ് കൂടി പറയാം. ഏജ് ലിമിറ്റ് 18 മുതൽ 27 വയസ്സാണ്. അടുത്ത സ്റ്റെനോഗ്രാഫർ പോസ്റ്റ് ആണ്. അതിനും +2 ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. പ്ലസ് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് 80 വേർഡ്സ് പെർ മിനിറ്റ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ട സ്പീഡ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൻ്റെ പേ സ്കെയിൽ 25,500 മുതൽ 81,100 വരെ പേ സ്കെയിൽ വരുന്നതാണ്. പേ ലെവൽ 4 ആണ്. ഏജ് ലിമിറ്റ് സെയിം തന്നെയാണ്. 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് LDC കം ടൈപ്പിസ്റ്റ് ആണ്. അതിലേക്കും +2 പാസ്സായിരിക്കണം. പ്ലസ് നിങ്ങൾക്ക് 35 വേർഡ്സ് പെർ മിനിറ്റിന് ഇംഗ്ലീഷ് അല്ലെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റ് ഹിന്ദി. ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് 35 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കേണ്ടതാണ്. 19,900 മുതൽ 63,200 തന്നെയാണ്. പേ സ്കെയിൽ 2 ആണ് വരുന്നത്. ഗ്രൂപ്പ് C പോസ്റ്റ് ആണ്. 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് ജൂനിയർ സ്റ്റെനോഗ്രാഫർ പോസ്റ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് സീനിയർ സെക്കൻഡറി അതായത് +2 പാസ്സായിരിക്കുക തന്നെയാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. പ്ലസ് നിങ്ങൾക്ക് പ്രൊഫഷൻസി ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പിംഗ് സ്പീഡ് അറ്റ്ലീസ്റ്റ് 80 വേർഡ്സ് പെർ മിനിറ്റ് നിങ്ങൾക്കിത് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കേണ്ടതാണ്. 25,500 മുതൽ 81,100 സാലറി വരുന്നത്. 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ജൂനിയർ അസിസ്റ്റൻ്റ് പോസ്റ്റ് നോക്കുന്ന സമയത്ത് അതിനും +2 തന്നെയാണ് ക്വാളിഫിക്കേഷൻ. പ്ലസ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ടൈപ്പിംഗ് സ്പീഡ് കൂടി 35 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷ് ടൈപ്പിംഗ് സ്പീഡ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ്. എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഒരു പോസ്റ്റിലേക്കും. 19,900 മുതൽ 63,200 വരെ സാലറി ലഭിക്കുന്നതാണ്. 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അടുത്തത് സ്റ്റെനോഗ്രാഫർ പോസ്റ്റ് ആണ്. അതിലേക്ക് നിങ്ങൾ +2 പാസ്സായിരിക്കണം. പ്ലസ് നിങ്ങൾക്ക് 80 വേർഡ്സ് പെർ മിനിറ്റ് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കേണ്ടതാണ്. 25,500 മുതൽ 81,100 വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത്. അടുത്ത പോസ്റ്റ് ജൂനിയർ അസിസ്റ്റൻ്റ് പോസ്റ്റ്. അതിനും +2 പാസ്സായിരിക്കുക. പ്ലസ് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. ലെവൽ 2 തന്നെയാണ് പേ സ്കെയിൽ. 27 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജൂനിയർ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്ക് +2 പാസ്സായിരിക്കണം. എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് 100 വേർഡ്സ് പെർ മിനിറ്റ് നിങ്ങൾക്ക് ഷോർട്ട് ആൻഡ് സ്പീഡ് 100 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. 40 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ്. 25,500 മുതൽ 81,100 ആണ് സാലറി സ്കെയിൽ വരുന്നത്. 18 മുതൽ 27 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അടുത്ത ജൂനിയർ അസിസ്റ്റൻ്റ്. അതും +2 ക്വാളിഫിക്കേഷൻ പ്ലസ് ടൈപ്പിംഗ് സ്പീഡാണ് വരുന്നത്. ലെവൽ 2 തന്നെയാണ് പേ സ്കെയിൽ. ഗ്രൂപ്പ് C പോസ്റ്റ്. 27 വയസ്സാണ് ഏജ് ലിമിറ്റ്. അടുത്ത സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 ടൈപ്പിംഗ് സ്പീഡും +2 തന്നെയാണ് ക്വാളിഫിക്കേഷൻ. LDCക്കും ടൈപ്പിംഗ് സ്പീഡും അതോടൊപ്പം +2 തന്നെയാണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. ജൂനിയർ അസിസ്റ്റൻറ്റും സെയിം തന്നെയാണ്. ജൂനിയർ സ്റ്റെനോഗ്രാഫറും +2 പാസ്സായിരിക്കണം. പ്ലസ് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കേണ്ടതാണ്. എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കുന്നില്ല. സാലറി സ്കെയിലും ഈ ഏജിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ചില പോസ്റ്റുകൾ തമ്മിലുള്ളൂ. ബാക്കിയെല്ലാം ഏതാണ്ട് ഒരേ ക്വാളിഫിക്കേഷനും സ്പീഡും കാര്യങ്ങളൊക്കെയാണ് തന്നെ നോക്കുന്നത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ ഈ വെബ്സൈറ്റ് ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇതിൽ
ഈ ലിങ്ക് വെച്ച് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടെലഗ്രാമിൽ ഒന്നും കൂടി നമ്മൾ അറിയിപ്പ് തരുന്നതാണ്. നിങ്ങൾക്കിത് ഫെബ്രുവരി 7 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ജനുവരി 9 സ്റ്റാർട്ടിംഗ് ഡേറ്റ്. അപേക്ഷ ഫീസ് വരുന്നുണ്ട്. ഇത് എക്സാമിൻ്റെ പാറ്റേൺ ആണ്. ടയർ 1 എക്സാമിൻ്റെ ആണ്. 2 ഹവർ എക്സാം ആണ്. 200 മാർക്കിൻ്റെ എക്സാം ആണ്. ഇതിൽ സിലബസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്തിട്ട് നോക്കാം. പിന്നെ അപേക്ഷ ഫീസായിട്ട് 100 രൂപയാണ് വരുന്നത്. ഇതിന് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സാമിൻ്റെ സമയത്തും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇതിന് EWS സർട്ടിഫിക്കറ്റ്, OBC സർട്ടിഫിക്കറ്റും ഒക്കെ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് ആണ് എടുക്കേണ്ടത്. അപേക്ഷ ഫീസ് 100 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്ത മാസം ഒന്നുകൂടി ചെയ്യാം. അതായത് ഈ എക്സാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ജനുവരി 9, അതായത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒന്നും കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ.